നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിലെത്തുമ്പോൾ പുറത്തു വരുന്നത് വലിയ ഒരു ഗൂഢാലോചനയും കൊള്ളയടിയുമാണ്. തന്ത്രിയുടെ പേരിൽ പുകമറ ഉണ്ടാക്കി സ്വർണം കടത്താൻ ശ്രമിച്ച കേസിൽ കുടുങ്ങുന്നതും അഴിക്കുള്ളിലാകാൻ പോകുന്നതും രാഷ്ട്രീയ വമ്പന്മാരാണ്. കള്ളൻ കപ്പലിലിരിക്കുമ്പോൾ ഇനി ആര് എന്ത് പേടിക്കാനാണ് എന്നാണ് കേസിലെ രാഷ്ട്രീയ വമ്പന്മാരുടെ ചിന്ത. എന്നാൽ കപ്പലിലിരിക്കുന്ന കപ്പിത്താന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമാകുമ്പോൾ രാഷ്ട്രീയ വമ്പന്മാരെ എങ്ങനെ രക്ഷിക്കാനാകും? എന്തായാലും കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ എത്തുമ്പോൾ വ്യക്തമാകുന്നത് ദൈവതുല്യൻ തന്ത്രിയല്ല എന്ന് തന്നെയാണ്. ശബരിമലയിൽ അശുദ്ധി വരുത്തിയത് ദൈവതുല്യനായ തന്ത്രിയല്ല, മറിച്ച് അധികാരം കയ്യിലുണ്ടായിരുന്ന രാഷ്ട്രീയ വമ്പന്മാരും ഉദ്യോഗസ്ഥരുമെന്നാണ് വ്യക്തമാകുന്നത്. തന്ത്രിയുടെ പേരിൽ പുകമറ ഉണ്ടാക്കി സ്വർണം കടത്താൻ ശ്രമിച്ച മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിനും സംഘത്തിനും ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയത് വലിയ പ്രഹരമായിരിക്കുകയാണ്. അറ്റകുറ്റപ്പണി നടത്താൻ തന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അത്തരമൊരു രേഖ പോലുമില്ല എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതു തന്നെയല്ല, മഹസറിൽ തന്ത്രി ഒപ്പിട്ടെന്ന വാദത്തിനും തെളിവില്ല. തന്ത്രിയെ മുൻനിർത്തി സ്വർണ്ണ കവർച്ചയ്ക്ക് നിയമസാധുത നൽകാനായിരുന്നു ഇവരുടെ നീക്കമെന്നും ഇതോടെ വ്യക്തമായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM നേതാവുമായ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. എന്തുകൊണ്ടും പത്മകുമാറിന് ഇന്നത്തെ ദിവസം നിർണായകമാണ്. ദ്വാരപാലക ശില്പ കേസിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് വിധി പറയുന്നത്. കട്ടിടപ്പാളി കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയും വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും നേരത്തെ തന്നെ തള്ളിയിരുന്നു. കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ തെളിവുകൾ നശിപ്പിക്കുവാനും കേസ് അട്ടിമറിക്കുവാനും പ്രതികൾ ബംഗളൂരു രഹസ്യയോഗം ചേർന്നതായാണ് കണ്ടെത്തൽ. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവർ ഒക്ടോബറിൽ ബംഗളൂരുവിൽ ഒത്തുകൂടി ഗൂഢാലോചന നടത്തിയതിനും ഫോൺ രേഖകൾ തെളിവായി അന്വേഷണ സംഘം കോടതിയിൽ അക്കമിട്ട് നിരത്തി. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറിനെതിരെയായിരുന്നു അതീവ ഗുരുതരമായ കണ്ടെത്തലുകൾ അന്വേഷണ സംഘം നടത്തിയിരുന്നത്. ദേവസ്വം മിനിറ്റ്സിൽ പത്മകുമാർ മനഃപൂർവ്വം തിരുത്തൽ വരുത്തിയെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പിച്ചളപ്പാളി എന്നത് മാറ്റി ചെമ്പ് പാളി എന്ന് തിരുത്തി എഴുതിയാണ് തട്ടിപ്പിന് കളമൊരുക്കിയത്, അല്ലെങ്കിൽ വട്ടം കൂട്ടിയത്. കട്ടിളപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ തന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന പത്മകുമാറിന്റെ വാദം പച്ചക്കള്ളമാണെന്നും തന്ത്രി അത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. മഹസറിൽ തന്ത്രി ഒപ്പിട്ടെന്ന വാദത്തിനും യാതൊരുവിധ തെളിവുമില്ല. സ്വർണം കവർന്നത് ആസൂത്രിതമായി പ്രതിയായ ഗോവർദ്ധൻ വർഷങ്ങളായി ശബരിമലയിലെ സന്ദർശകനാണ്. ശ്രീകോവിലിലെ സ്വർണത്തിന്റെ അളവിനെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഇയാൾ സ്വർണം കടത്താൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു. വാതിൽപ്പാളിയിൽ നിന്നും ദ്വാരക ശില്പങ്ങളിൽ നിന്നുമായി ഏകദേശം 1 കിലോയോളം സ്വർണമാണ് നീക്കം ചെയ്തത്. ഇതിൽ ഒരു ഭാഗം അവിടെ തന്നെ ഉപയോഗിച്ചെന്ന് വരുത്തി തീർത്ത് ബാക്കി 474.957 ഗ്രാം സ്വർണം തട്ടിയെടുക്കുകയായിരുന്നു. ഭീഷണിപ്പെടുത്തിയാണ് സ്വർണം വാങ്ങിയതെന്ന പ്രതികളുടെ വാദം തള്ളി പോലീസ്. പ്രതികൾ തന്നെ സ്വർണം ഹാജരാക്കുകയായിരുന്നു എന്ന് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയക്കാരിലേക്ക് അന്വേഷണം നീളുന്ന കേവലം ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കൊള്ളയെന്ന് ഉറപ്പിക്കുന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. പത്മകുമാറിന് പുറമെ CPI നേതാവും ദേവസ്വം ബോർഡ് മുൻ അംഗവുമായ ശങ്കർദാസും കേസിൽ പ്രതിപ്പട്ടികയിലുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് ഒതുക്കി തീർക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം ഹൈക്കോടതിയുടെ അന്വേഷണ സംഘം തുറന്നു കാട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇന്ന് ഈ കേസിലെ നിർണായകമായ വിധി വരുമ്പോൾ പത്മകുമാറിനെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ജാമ്യം കിട്ടുമോ എന്ന കാര്യം ഇന്നറിയാം.